ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഫൈറ്റേഴ്സ്. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുമ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം എൻ്റെ സ്വന്തം നാട്ടിലുള്ള എൻ്റെ സ്വർഗം എന്ന് ഞാൻ പേഴ്സണലി അഹങ്കരിക്കുന്ന നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള പട്ടുമല പള്ളിയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയിലെ കൊയർ മെമ്പേഴ്സിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പം എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയുണ്ട്. എനിക്ക് ലോകത്ത് എവിടെയാണെന്ന് പറഞ്ഞാലും ഇവിടുത്തെ 8 നോയമ്പ് പെരുന്നാളിനും അതുപോലെ മിക്കപ്പോഴും എനിക്ക് ഈ വരണം എന്ന് തോന്നുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ പട്ടുമല പള്ളി എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി സ്വന്തം വീടിനേക്കാൾ കൂടുതൽ അട്രാക്ഷൻ തോന്നിയിട്ടുള്ളതും ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളതും 2 വർഷം മുമ്പ് ഈ പള്ളിയിലായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ പലതും എടുത്തതും ഇവിടെ നിന്നായിരുന്നു. എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതിന് മുൻപും ഞാൻ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ച് പോകാറുണ്ട്. നമ്മുടെ മാതാവിൻ്റെ പള്ളിയാണ് കേട്ടോ ഇത്. ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ചർച്ചാണ് കേട്ടോ ഇത്. പള്ളിയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ കോട്ടയം കുമളി റൂട്ടിൽ പീരുമേടിനടുത്തുള്ള പട്ടുമല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്നൊരു പള്ളിയാണിത്. മാതാവിൻ്റെ പിറവിത്തിരുന്നാളായ സെപ്റ്റംബർ 8 ഇവിടെ കൂടുതലായിട്ടും ആഘോഷിക്കുന്നത്. ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കേട്ടോ. ജനലക്ഷങ്ങൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. കംപ്ലീറ്റ് ആയിട്ട് കരിങ്കല്ലിൽ പണിതിട്ട് ഒരു ഗോത്തിക് സ്റ്റൈലിൽ പണിതിട്ടുള്ളൊരു പള്ളിയാണ് കേട്ടോ. പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയും ഐശ്വര്യമുള്ളൊരു പള്ളിയാണ്. വേളാങ്കണ്ണി മാതാവിൻ്റെ നാമത്തിൽ മാതാവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു പള്ളിയും കൂടിയാണ് കേട്ടോ ഇത്. പള്ളിയുടെ സൈഡിലായിട്ട് ചെറിയൊരു ഗ്രോട്ടോ ഉണ്ട്. പണ്ടിവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ ചോദിച്ച ആഗ്രഹങ്ങളൊക്കെ ഇവിടെ വന്ന് നടന്നിട്ടുണ്ട് കേട്ടോ. ജാതിമത ഭേദമന്യേ ഒരുപാട് ടൂറിസ്റ്റുകളും തീർത്ഥാടകരും എല്ലാം വന്ന് പ്രാർത്ഥിച്ചു പോകുന്നൊരു സ്ഥലമാണ്. ഈ മരം കണ്ടോ, ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഓരോ നിയമങ്ങൾ സമർപ്പിച്ച് തൂക്കിയിട്ടിരിക്കുന്ന കൊന്തകളാണ് കേട്ടോ അതൊക്കെ. പള്ളിയുടെ പുറകുവശത്തായിട്ട് തന്നെയാണ് അച്ഛന്മാരൊക്കെ താമസിക്കുന്ന ആശ്രമം ഉള്ളത്. അതിന് തൊട്ട് മുകളിലായിട്ട് പണ്ട് അവിടെ ഒരു ഹോസ്റ്റലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ ഇവിടെ വരാത്തവരൊക്കെ ഉറപ്പായിട്ടും വന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഇവിടെ ഉറപ്പായിട്ടും മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ ഒരിക്കലും മാതാവിൻ്റെ മുൻപിൽ വെച്ചെടുത്ത തീരുമാനങ്ങൾ തെറ്റായി പോയി എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം വേറെ എവിടെയായിരുന്നെന്ന് പറഞ്ഞാലും മാക്സിമം പറ്റുന്ന സമയത്തൊക്കെ ഇങ്ങോട്ട് ഓടിയെത്തുന്നത്. പള്ളിയുടെ മുൻഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ് കേട്ടോ. പള്ളി ഇരിക്കുന്നത് തേയിലത്തോട്ടങ്ങളുടെ നടുവിലാണ്. മാത്രമല്ല പള്ളിയിൽ നിന്ന് നേരെ അക്കരയിലോട്ട് നോക്കിയാലും നമുക്കിങ്ങനെ പടർന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ കാണാനായിട്ട് പറ്റും. നല്ല ഭംഗിയാണ്. ചുറ്റും പച്ചപ്പൊക്കെ ആയിട്ട് വാഗമരങ്ങളുടെ നടുവിലൂടെയുള്ള പടവുകളൊക്കെ കയറിയാണ് നമ്മൾ പള്ളിയിലെത്തുന്നത്. സൈഡിൽ കൂടെ വേറൊരു വഴിയുണ്ട്. ആ വരുന്ന വഴിക്ക് പള്ളിയുടെ സൈഡിൽ തന്നെയായിട്ടൊരു കുഞ്ഞ് ചാപ്പലുമുണ്ട്. മരത്തിൻ്റെ ഒരു രീതിയിൽ, ഒരു മരക്കുറ്റിയുടെ രീതിയിൽ പണിതിരിക്കുന്ന ഒരു ചാപ്പലുമുണ്ട്. മാത്രമല്ല വണ്ടിയുടെ പാർക്കിങ്ങിൻ്റെ സൈഡിലായിട്ട് അവിടെ പഴയ പള്ളി, ഈ പട്ടുമല പള്ളി പണിയുന്നതിന് മുമ്പുള്ള പഴയ പള്ളി അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.